ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ പവർ സിസ്റ്റം വാദ്വ ടെക്സ്റ്റ് ബുക്കിലെ സ്റ്റഡി ചലഞ്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡേ 18 ആണ്. ഡേ 17 വരെ കാണാത്തവർ കാണും. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഇതിൻ്റെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഇടുന്നുണ്ട്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അതുപോലെ സബ് എഞ്ചിനീയർ ദേവസ്വം ബോർഡ് എക്സാംസിനെല്ലാം തന്നെ യൂസ്ഫുൾ ആണ്. അതോടൊപ്പം തന്നെ ഡെയിലി നമ്മൾ അൺഅക്കാഡമിയിലും ലൈവായിട്ട് AE ലെവലിലുള്ള BTech ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ മാക്സിമം ലൈവ് വരാം. ഒരു ദിവസം നമുക്ക് ഒറ്റൊരു ക്ലാസ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് മാക്സിമം തന്നെ എല്ലാവരും ലൈവ് വരാം. രാത്രി 8 മണിക്കാണ് ക്ലാസ് വരുന്നത്. എല്ലാവരും ലൈവ് വരാം. അതോടൊപ്പം തന്നെ അൺഅക്കാഡമിയിലുള്ള കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഫോർഡബിൾ പ്രൈസസിൽ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ടോപ്പ് എക്സ്പീരിയൻസ് എഡ്യൂക്കേറ്റേഴ്സ് ആണ്. ലൈവ് ഇൻട്രാക്ഷൻ വിത്ത് എഡ്യൂക്കേറ്റേഴ്സ്, സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സസ് ആണ്. ലൈവ് റെക്കോർഡഡ് സെഷൻസ് ആണ്. അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ അൺഅക്കാഡമിയിലെല്ലാം തന്നെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ക്ലാസ്സിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ 10th ലെവൽ പ്രിലിംസ് എക്സാംസിൻ്റെ ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. April 17 and 24 ആണ് 8 PM. 100 ക്വസ്റ്റ്യൻസ് 75 മിനിറ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുന്നവർക്ക് ഒരു വർഷത്തെ അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷനും, റാങ്ക് 2 to 5 ആണെങ്കിൽ 75% സ്കോളർഷിപ്പ് ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷനും, റാങ്ക് 6 to 10 ആണെങ്കിൽ 50% സ്കോളർഷിപ്പ് ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷനുമാണ് കിട്ടുന്നത്. പ്ലസിലാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് സിലബസും അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റും അൺലിമിറ്റഡ് PDF നോട്ട്സും റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് ന്യൂ സിലബസ് കേരള PSലെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ടെസ്റ്റ് സീരീസാണ്. ഓക്കെ, ഇംഗ്ലീഷിലും ഉണ്ട് മലയാളത്തിലും ഉണ്ട്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബാച്ചിൽ നിങ്ങൾക്ക് ചേരാൻ പറ്റുമെങ്കിൽ അതിന് ഓഫേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അൺഅക്കാഡമിയിലെ ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ ഡെയിലി നമ്മൾ ലൈവ് JE ലെവൽ അതുപോലെ തന്നെ BTech ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഡെയിലി നമ്മൾ ചെയ്യുന്നുണ്ട്. വളരെ യൂസ്ഫുൾ സെക്ഷനാണ്. അതിനും തന്നെ എല്ലാവരും തന്നെ ജോയിൻ ആവുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അൺഅക്കാഡമിയിലെ ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ്. അടുത്ത് നമ്മുടെ വാദ്വ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. 232ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. A synchronous generator is connected to an infinite bus bar and is initially operating at a lagging power factor. Okay, if the stream input to the alternator is increased, lagging power factor ആണ്. The stream input to the alternator increase ആവുകയാണെങ്കിൽ എന്ത് പറ്റും? The power factor of the alternator improves, the reactive power decreases. ഓപ്ഷൻ D ആണ് വരുന്നത്. Aയും Bയും ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് പവർ ഫാക്ടർ ഓഫ് ദി ഓൾട്ടർനേറ്റർ ഇംപ്രൂവ്സും അതുപോലെ തന്നെ റിയാക്റ്റീവ് പവർ ഡിക്രീസസ്. A synchronous alternator is connected to an infinite bus bar and it is initially operating at a leading power factor ആണെങ്കിൽ the stream input increase ലാഗിങ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു. ഇനി ലീഡിങ് ആണെങ്കിൽ ഏതായിരിക്കും വരുന്നത്? ലീഡിങ് ആണെങ്കിൽ കറണ്ട് ഡെലിവർ ചെയ്യുന്ന കറണ്ട് ഇൻക്രീസ്ഡ് ആയിരിക്കും. കറണ്ട് ഡെലിവേർഡ് വില്ല ഇൻക്രീസ്. അടുത്ത ദിവസം നോക്കൂ. ഒരു 100 കിലോമീറ്റർ ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ട്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ എ നോമിനൽ വോൾട്ടേജ് എന്നിട്ട് 132 kV ആൻഡ് കൺസിസ്റ്റ് ഓഫ് 1 കണ്ടക്ടർ പെർ ഫേസ്. ലൈൻ റിയാക്റ്റൻസ് എന്നിട്ടുണ്ട് 0.726 Ohm per kilometer. സ്റ്റാറ്റിക് ട്രാൻസ്മിഷൻ കപ്പാസിറ്റി ഓഫ് ലൈൻ ഇൻ മെഗാവാട്ടാണ് കണ്ടുപിടിക്കാനുള്ളത്. സ്റ്റാറ്റിക് ട്രാൻസ്മിഷൻ കപ്പാസിറ്റി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്? ടോട്ടൽ ലൈൻ റിയാക്റ്റൻസ് എന്നിട്ടുണ്ട് X = എത്രയാണ്? 0.726 Ohm per kilometer. അത് എത്ര കിലോമീറ്റർ ആണ്? 100 കിലോമീറ്റർ. ദാറ്റ് ഇസ് 0.726 × 100, ദാറ്റ് ഇസ് 72.6 Ohm കിട്ടി. നോമിനൽ വോൾട്ടേജ് എന്നിട്ടുണ്ട് 132 kV. സ്റ്റാറ്റിക് ട്രാൻസ്മിഷൻ കപ്പാസിറ്റി കാണുന്ന ഫോമുല V²/X ആണ്. ദാറ്റ് ഈസ് 132² / 72.6. സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 240 മെഗാവാട്ടാണ് ആൻസർ വരുന്നത്. ഓക്കെ, 240 മെഗാവാട്ട്. അടുത്ത ദിവസം നോക്കൂ. ദ പെർ യൂണിറ്റ് ഇമ്പിഡൻസ് ഓഫ് എ സർക്യൂട്ട് എലമെൻറ്റ് ഈസ് 0.15. ഇഫ് ദ ബേസ് KV അതുപോലെ ബേസ് MVM ഹാഫ്ഡ് ആയി കഴിഞ്ഞാൽ ന്യൂ വാല്യൂ ഓഫ് പെർ യൂണിറ്റ് ഇമ്പിഡൻസ് ഓഫ് ദി സർക്യൂട്ട് എലമെൻറ്റ് വിൽ ബി. ന്യൂ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. എന്തായിരിക്കും? X ന്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, നമ്മുടെ ഫോമുല അറിയാം. KVA ന്യൂ / KVA ഓൾഡ് × KVA ഓൾഡ് / KVA ന്യൂ². അപ്പോൾ ഹാഫ് ആവുന്ന കേസൊക്കെ നമ്മൾ ഹാഫ് ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. ഇറ്റ് ഇസ് 0.30 വരും. 0.30. If the effect of earth is taken into account, then the capacitance of line to ground is. effect of earth കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ capacitance of line to ground increases. A thyrate type lightning arrestor. എന്തായിരിക്കും? ബ്ലോക്ക് ദി സർജ് വോൾട്ടേജ് അപ്പിയറിംഗ് ഇൻ എ ലൈൻ ആണോ? അബ്സർവ് ദി സർജ് വോൾട്ടേജ് അപ്പിയറിംഗ് ഇൻ എ ലൈൻ ആണോ? ഇറ്റ് വിൽ ഓഫേഴ്സ് എ ലോ റെസിസ്റ്റൻസ് പാത്ത് ടു ദ സർജ് അപ്പിയറിംഗ് ഇൻ ലൈൻ. തൈറേറ്റ് ടൈപ്പ് ലൈറ്റനിങ് അറസ്റ്റർ വിൽ ഓഫേഴ്സ് എ ലോ റെസിസ്റ്റൻസ് പാത്ത് ടു ദ സർജ് അപ്പിയറിംഗ് ഇൻ ദി ലൈൻ. ഓക്കെ, അടുത്ത ദിവസം നോക്കൂ. ഈ 66 kV സിസ്റ്റം ഉണ്ട്. സ്ട്രിങ് ഇൻസുലേറ്റർ ഹാവിങ് 5 ഡിസ്ക് ആണ്. 5 ഡിസ്ക് ആൻഡ് എർത്ത് ടു ഡിസ്ക് കപ്പാസിറ്റൻസ് റേഷ്യോ എന്നിട്ടുണ്ട് സ്ട്രിങ് എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 5 ഡിസ്ക് ആണ്. അപ്പോൾ അത് ഓർക്കുക.
അപ്പോൾ നോക്കൂ, വോൾട്ടേജ് ഓഫ് ഡിസ്ക് നിയറസ്റ്റ് ടു കണ്ടക്ടർ V2 എന്ന് പറഞ്ഞാൽ V1 × 1 + K ആണ്. ക്വസ്റ്റ്യനിൽ എത്ര തന്നിട്ടുണ്ട്? K തന്നിട്ടുണ്ട്. എത്രയാണ്? 0.1. ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 0.10 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് V2 അറിയാം. V2 എന്ന് പറഞ്ഞാൽ എന്താണ്? V1 × 1 + K വെച്ച് V2 കണ്ടുപിടിച്ചു. V3 എന്ന് വെച്ചാൽ എന്തായിരിക്കും? V3 എന്ന് വെച്ചാൽ V2 + ഈ ഫോർമുലാസ് ഒക്കെ ഓർക്കും, 5 ഡിസ്ക് ആണ്. V1 + V2 × K ആണ്. അത് വെച്ച് നമുക്കൊരു 1.31 × V1 എന്ന് കിട്ടും. അതുപോലെ V4 നോക്കൂ, V3 + V1 + V2 + V3 × K. അതും ചെയ്യുമ്പോൾ 1.651 V1 എന്ന് കിട്ടും. V5 എന്ന് വെച്ചാൽ എന്താണ്? V4 + V1 + V2 + V3 + V4 × K. 2.157 V1 എന്ന് കിട്ടും. അപ്പോൾ സ്ട്രിങ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താണ്? V1 + V2 + V3 + V4 / N × V5 × 100 ചെയ്യണം. N എന്ന് വെച്ചാൽ എത്രയുണ്ട്? നമ്പർ ഓഫ് ഡിസ്ക് 5 ആണ്. അപ്പോൾ സ്ട്രിങ് എഫിഷ്യൻസി വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ, ഫോർമുലാസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 67% കിട്ടും. എത്ര വരുന്നത്? 67% ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ദിവസം നോക്കൂ. ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് കൊറോണ ആർ ട്രൂ. കൊറോണ, it causes radio interference, it attenuates lightning surges, it amplifies switching surges, it causes power loss, it is more prevalent in the middle conductor of transmission line employing a flat conductor configuration. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? സെലക്ട് ദി കോഡ്. ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്. 1, 2, 4, 5 ആണ് കറക്റ്റായിട്ട് വരുന്നത്. റേഡിയോ ഇൻ്റർഫറൻസ്, ലൈറ്റനിങ് സർജസ്, അതുപോലെ തന്നെ കോസസ് പവർ ലോസ് 5. അടുത്ത ദിവസം നോക്കൂ. 5.1 അതുപോലെ 5.2m ഫ്ലക്സസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ 2 പോർഷൻ ഓഫ് ദി ഷെയ്ഡഡ് പോൾ ആണ്. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ 5.1 ആൻഡ് 5.2 ആ റെസിസ്റ്റൻസ് ഓഫ് ദി ഡിസ്ക് ആണ്. ടോർക്ക് പ്രൊഡ്യൂസ് ഇൻ ഇൻഡക്ഷൻ റിലേ വുഡ് ബി പ്രൊപ്പോർഷണൽ ടു വിച്ച് ഓഫ് ദി ഫോളോയിങ്. ടോർക്ക് പ്രൊഡ്യൂസ് ഇൻ ഇൻഡക്ഷൻ റിലേ വിൽ ബി പ്രൊപ്പോർഷണൽ ടു വിച്ച് ഓഫ് ദി ഫോളോയിങ്. 5.1 ആൻഡ് 5.2m ആണോ, 1/r ആണോ, r ആണോ, സൈൻ തീറ്റ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് വരുന്നത്. ടോർക്ക് പ്രൊഡ്യൂസ് ഇൻ ആൻ ഇൻഡക്ഷൻ റിലേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 5.1 അതുപോലെ 5.2m 1/r സൈൻ തീറ്റ. അടുത്ത ദിവസം നോക്കൂ. 244 ദിവസം നോക്കൂ. ഫോർ എ വൈ ഡെൽറ്റ ട്രാൻസ്ഫോമർ വിത്ത് വൈ സൈഡ് ഗ്രൗണ്ടഡ് ആണെങ്കിൽ 0 സീക്വൻസ് കറൻറ്റ്സ്. വൈ സൈഡ് ഗ്രൗണ്ടഡ് ആണെങ്കിൽ 0 സീക്വൻസ് കറണ്ട് വിൽ എന്തായിരിക്കും? 0 സീക്വൻസ് കറണ്ട് വിൽ എക്സിബിറ്റ് ഇൻ ദ ലൈൻ ഓൺ ദി വൈ സൈഡ് ആയിരിക്കും. അടുത്ത ദിവസം നോക്കൂ. വെൻ ദർ ഈസ് എ ചേഞ്ച് ഇൻ ലോഡ് ഇൻ ദ പവർ സ്റ്റേഷൻ ഹാവിംഗ് എ നമ്പർ ഓഫ് ജനറേറ്റർ യൂണിറ്റ്സ് ഓപ്പറേറ്റിംഗ് ഇൻ പാരലൽ. സിസ്റ്റം ഫ്രീക്വൻസി ചേഞ്ച് ഇൻ ലോഡ് ആണെങ്കിൽ സിസ്റ്റം ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ബൈ അഡ്ജസ്റ്റിംഗ് ദ സ്റ്റീം ഇൻപുട്ട് ടു ദ യൂണിറ്റ്. അടുത്ത ദിവസം നോക്കൂ. ഈ 2 kVA ട്രാൻസ്ഫോമർ ഹാസ് അയൺ ലോസ് 150 വാട്ട്, ഫുൾ ലോഡ് കോപ്പർ ലോസ് 250 ആണ്. മാക്സിമം എഫിഷ്യൻസി ഫോർ ട്രാൻസ്ഫോമർ വുഡ് ഒക്കെ വെൻ ദ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം എഫിഷ്യൻസി ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞാൽ 150 + 150 ദറ്റ് ഇസ് 300 വാട്ട്. അറിയാം, അതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 300. അടുത്ത ദിവസം നോക്കൂ. ദ ഫ്രീക്വൻസി ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് എ ട്രാൻസ്ഫോമർ ഇൻക്രീസ്ഡ് ആണ്, കീപ്പിംഗ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വോൾട്ടേജ് അൺചേഞ്ച്ഡ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വോൾട്ടേജ് അൺചേഞ്ച്ഡ് ആണെങ്കിൽ ഏതായിരിക്കും? ഹിസ്റ്ററിസിസ് ലോസ് വിൽ ഡിക്രീസ് ബട്ട് എഡി കറണ്ട് ലോസ് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ്. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ഇൻക്രീസ്ഡ്, ഓൾറെഡി കണ്ട ക്വസ്റ്റൻ ആണ്. ഹിസ്റ്ററിസിസ് ലോസ് വിൽ ഡിക്രീസ് ബട്ട് എഡി കറണ്ട് ലോസ് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ്. അടുത്ത ദിവസം നോക്കൂ. ഫോർ സക്സസ്ഫുൾ പാരലൽ ഓപ്പറേഷൻ ഓഫ് 2 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ദ മോസ്റ്റ് എസെൻഷ്യൽ കണ്ടീഷൻ ഈസ് ദാറ്റ് their polarities are properly connected. The most appropriate operating speed in RPM of generators used in thermal, nuclear and hydro power plant would respectively. Appropriate speed in RPM എത്രയായിരിക്കും? അപ്രോപ്രിയേറ്റ് സ്പീഡ് ഇൻ RPM ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. ഫോർ തെർമൽ 3000, ന്യൂക്ലിയർ 3000, ഹൈഡ്രോ പവർ പ്ലാന്റ് 300. അടുത്ത ദിവസം നോക്കൂ. ദ ഓപ്പറേഷൻ ഓഫ് എ ന്യൂക്ലിയർ റിയാക്ടർ ഈസ് കൺട്രോൾഡ് ബൈ കൺട്രോളിംഗ് ദ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ K. K എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഓഫ് എനി വൺ ജനറേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഓഫ് ഇമീഡിയറ്റ്ലി പ്രിസീഡിംഗ് ജനറേഷൻ. പവർ ലെവൽ ഓഫ് ദി റിയാക്ടർ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ. പവർ ലെവൽ എങ്ങനെ കൂട്ടാൻ പറ്റും റിയാക്ടർ? ബൈ റേസിംഗ് ദ വാല്യൂ ഓഫ് K എബോവ് 1 ബട്ട് ലേറ്റർ ബ്രിങ്ങിങ് ഇറ്റ് ബാക്ക് ടു K = 1. ആദ്യം എന്ത് ചെയ്യുക? കെയുടെ വാല്യൂ എബോവ് 1 ആയിട്ട് കൂട്ടുക, പിന്നെ വീണ്ടും K = 1 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 250 ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മുടെ ഒരു 250 ആയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 550 അടുപ്പിച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് കേരള PSC പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് പഠിക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.